ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് വിക്രമും അച്ഛനും തമ്മിലുള്ള പ്രശ്നമെന്ന്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അതങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയാം കേട്ടോ. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അതൊന്ന് പറയാൻ പറയുമ്പോൾ വിക്രം പറഞ്ഞു ഞാൻ പറയാം സാറെന്ന് പറഞ്ഞിട്ട് വിക്രം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം മുഴുവനൊക്കെ ഞാൻ പോലീസുകാരോട് പറയുകയാണേ. അന്നേരം പോലീസുകാർ ആഹാ ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലേ, അത് കൊള്ളാലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അല്ല ഇനിയിപ്പോൾ അച്ഛനെന്തെങ്കിലും വിഷമത്തിൽ അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയതായിരിക്കുമോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണേ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോ, കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്തേക്കാം എന്ന് പറയാൻ കേട്ടോ. അയ്യോ അപ്പോൾ കമലമ്മ അയ്യോ മാഷില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുകയാണ് വേദന നോക്കിയിട്ട്. അപ്പോൾ വേദന നോക്കിയിട്ട് അങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ പോലീസുകാരനോട് വേദന പറയുന്നത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കമലാമ്മ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മാഷ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ ചെന്ന് അന്വേഷിക്കണം, പിന്നെ മോർച്ചറിയിൽ പോയി നോക്കണം എന്നൊക്കെ പോലീസുകാരോട് പറയുമ്പോൾ കമലാമ്മ ഇത് കേട്ടിട്ട് ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ പോയി കഴിയുമ്പോൾ വിനായകൻ പറയുകയാണ് നമുക്ക് ആൾ പറഞ്ഞ പോലെ സർക്കാർ ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണം, അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്നല്ല, എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു 3 പേരും കൂടിയിട്ട് അന്വേഷിച്ച് ഇറങ്ങാണ്. കുറേ വീടുകളിലൊക്കെ മാഷിൻ്റെ ഫോട്ടോ കൊണ്ട് കിടന്ന് കാണിക്കുന്നുണ്ട്, ഇയാളെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇല്ല, ആരും കണ്ടിട്ടില്ല. അതിന് ശേഷം വിക്രം അങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിക്രം അല്ല വിനായകൻ പറയുകയാണ് നമ്മൾ ആരോ ഫോളോ ചെയ്തിരുന്നു എന്നൊരു തോന്നൽ എന്ന് പറയുകയാണെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ ആരും വന്നിട്ടില്ല, പക്ഷേ വേറൊരു സംഭവം ഉണ്ടായി, നീ ജയിലിൽ പോയത് ഞാൻ കാരണമാണെന്നുള്ളത് അച്ഛൻ അറിഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് വിനായകൻ നോക്കുകയാണ്, ഇനി അച്ഛനായ ഒരു വിഷമത്തിൽ എന്തെങ്കിലും വിനായകൻ പറയുന്നുണ്ട്. അങ്ങനെ വിശ്വം കൂടിയിട്ട് വരികയാണ്. എല്ലായിടത്തും അന്വേഷിച്ച് വന്നിട്ട് വിശ്വം പറയുന്നത് ഇപ്പം നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറയുകയാണെ. ഇതേ സമയം കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അത് കുടിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അച്ഛൻ വരും അച്ഛൻ അമ്മ വിഷമിക്കാതിരിക്കുക, അച്ഛൻ വരും, എവിടെയെങ്കിലും ആവശ്യത്തിന് പോയതാവും എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നു പിന്നെ അങ്ങനെ ആവശ്യത്തിനാണ് പോകുന്നത്, എന്താവശ്യത്തിന് തിരുവനന്തപുരത്ത് എടുക്കുന്ന ആൾ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ആവശ്യത്തിന് എന്ത് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ഇടയിൽ കൂടെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ദേഷ്യം വന്നിട്ടൊന്നും മിണ്ടാതിരിക്കുമോ നന്ദിനി എടുത്തിന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രമും വിനായകനും വിശ്വനും കൂടെ വരികയാണ്. അപ്പോൾ എന്തെങ്കിലും അറിഞ്ഞു മോനെന്ന് ചോദിച്ചിട്ട് കമലാമ്മ ഓടി വരികയാണ്. അന്നേരം കമലാമ്മനോട് വിക്രം പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല അമ്മേ, നമുക്ക് എന്തായാലും നാട്ടിലേക്ക് പോകാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മക്ക് അറിയാണ് നാട്ടിലേക്കോ മാഷില്ലാതെയോ എന്ന് ചോദിക്കുകയാണ്. നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മേ, അവർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് ദൂരെ മാറി നിന്നിട്ട് വിക്രം അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ. അപ്പോൾ വേദന എന്ന് വെച്ചാൽ പിന്നെ കൂടെ വന്നിട്ട് വിക്രം എന്ത് പറ്റി വിക്രം എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് അച്ഛൻ എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതാണ്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കറിയാണേ. അപ്പോൾ വിക്രം പറയുക നമുക്ക് പോകാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ സങ്കടം കണ്ടിട്ട് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താ വിക്രം ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛന് വീട് സ്നേഹിച്ച് തുടങ്ങിയല്ലേ വേദ, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടി പരസ്പരം കരയാണ് കേട്ടോ. വേദ വിക്രമിൻ്റെ തോളിൽ വീണ് കിടന്ന് കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തിരികെ നാട്ടിലേക്ക് പോരുകയാണ്. വണ്ടിയിൽ പോകുന്ന സമയത്ത് എല്ലാവരും കരച്ചിൽ തന്നെ കേട്ടോ. വിശ്വനാണെന്നുണ്ടെങ്കിലും വിനായകനും അതുപോലെ വിക്രമും കമലാമ്മയും ഒക്കെ കരയാണ്. ആർക്കും ഒരു സന്തോഷമില്ല, മാഷില്ലാതെ തിരികെ പോരാനായിട്ട് ആർക്കും ഒരു ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ തിരികെ എല്ലാവരും വീട്ടിലേക്ക് എത്താണ്. കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ വേദ പിടിച്ച് ഇറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് നിൽക്കുമ്പോൾ അകത്തേക്ക് കയറുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സങ്കടം. മാഷിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് മാഷേന്ന് വിളിച്ചിട്ട് പൊട്ടിക്കറിയാണ്. അന്നേരം വേദ പറയുന്നുണ്ട് എന്താ അമ്മ ഇത് ഇങ്ങനെ കരയില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വനും വിക്രമും വിനായകനും കൂടെ വരികയാണ്. അന്നേരം നന്ദിനി പറയാണ് എന്തായാലും ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് ഞാൻ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇറങ്ങിയതാണ്, എങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ ട്രിപ്പ് ഇപ്പോൾ വേണമായിരുന്നു എന്നാണ് എൻ്റെ സംശയം എന്ന് പറയാൻ കേട്ടോ. അന്നേരം വിശ്വൻ ചോദിക്കുന്നത് നന്ദിനി എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, അതല്ല ഈ യാത്ര തുടങ്ങിയപ്പോഴേ മുതലേ ആരോ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ കേട്ടോ. എന്ത് ഫോളോ ചെയ്തിരുന്നു, ആര് ഫോളോ ചെയ്തിരുന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വനും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയാണ് ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്, വിക്രം വേദയോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, നമ്മളാരോ ഫോളോ ചെയ്തിരുന്നു, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അച്ഛനൊരു വണ്ടി അടിക്കാൻ വന്നില്ലേ, അവിടെ നിന്ന് വിക്രമല്ലേ അച്ഛനെ രക്ഷപ്പെടുത്തിയത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വീണ്ടും പിന്തുടരാതിരിക്കില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു അച്ഛൻ്റെ തിരോധാനത്തിന് പിന്നിൽ
ഈ വീട്ടിൽ രണ്ട് ആൾക്കാരാണ്. അത് ഒന്ന് വിക്രം ഒന്ന് വേദയാണെന്ന് പറയട്ടെ. അപ്പോൾ വിക്രമിന് ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് നന്ദിനിയുടെ അടുത്ത് ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യമല്ലേടാ, നമ്മൾ ആരോ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അന്നേരം കമലാമ്മ ചോദിക്കുന്നതാണോ മോനെ വേദേ സത്യമാണോ നന്ദിനി പറയുന്നതെന്നൊക്കെ ചോദിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തേ പറയാഞ്ഞത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഷ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് പറയണേ. അന്നേരം നന്ദിനി പറയാം, അയ്യോ അമ്മേ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ, വിനയേട്ടനുണ്ടായിരുന്നല്ലോ, ഒരു ചായ മേടിക്കാൻ പോയതില്ല. അപ്പോൾ വിനയം പറയാം, അതെ ഞാനൊരു ചായ മേടിക്കാൻ പോയ സമയത്താണ് അച്ഛനെ കാണാണ്ടായത്. അന്നേരം നന്ദിനി പറയാണ്, ഇതിലിപ്പോൾ ഉത്തരവാദിത്തമുള്ളത് വിക്രമിനും വേദയ്ക്കും തന്നെയാണ്. ഒന്നുകിൽ എന്താ ആ ഒരു കേസ് ഏറ്റെടുത്ത് നടത്തേണ്ടത് എത്ര തവണ വിക്രം പറഞ്ഞു ശ്രീനിവാസനെതിരെ ഉള്ള. അതുകൊണ്ട് ശ്രീനിവാസനും അച്ഛനോട് ശത്രുത ഉണ്ടാവും. അതുപോലെ വിക്രമിനെ പച്ചയ്ക്ക് തിന്നാൻ കാത്തിരിക്കുന്ന ആളല്ലേ വാസവൻ. ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും. ഇപ്പം എന്താ അച്ഛൻ പോയില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രമിന് ദേഷ്യം വരും കേട്ടോ. അതിലെടുത്തി മതി പറഞ്ഞത്, അച്ഛൻ എവിടേക്ക് പോയെന്നാണ് പറയുന്നത്, അച്ഛൻ എവിടേക്കും പോയിട്ടില്ല എന്ന് പറയട്ടാ. എടാ മോനെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സത്യാവസ്ഥ നമ്മൾക്ക് മനസ്സിലാവണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നന്ദിനി. എന്നിട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അതല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാ പറയുന്നു, മോനെ ഇവളെന്തൊക്കെ ഈ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എൻ്റെ മാഷിക്ക് എന്തോ സംഭവിച്ചത് തന്നെയാണ്, ആരോ നമുക്കെതിരെ കളിച്ച് തന്നെയാണെന്ന് കമലാമ്മയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നത്, നന്ദിനി ഒന്നും മിണ്ടാതിരുന്ന നീ എന്തൊക്കെ കിടന്ന് വിളിച്ച് പറഞ്ഞത്, അല്ല വിനയേട്ടാ ഞാൻ പറഞ്ഞത് മതി, നിർത്തി, ഇനി ഒരു അക്ഷരം പറഞ്ഞു പോകരുന്നുണ്ട് നന്ദിനീനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ എന്നിട്ട് വിനായകൻ നന്ദിനെ പിടിച്ച് വലിച്ച് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ മാഷല്ല നമ്മുടെ മോള് വന്നിട്ട്, അപ്പോൾ മോള് വന്നിട്ട് വിശ്വനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇനി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വൻ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ വിനായകനാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് നന്ദിനെ കൊണ്ടുവന്നിട്ട് നന്ദിനോട് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്, ഞാൻ പറഞ്ഞ കാര്യമല്ലേ, വാസവനും ശ്രീനിവാസനുമാണല്ലോ നമ്മളോട് ശത്രുതയുള്ളത്, അപ്പോൾ അവർ ആരെങ്കിലും ഒരാളായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ രണ്ടാളാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ ഉറപ്പ്, അവരല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അന്നേരം വിനായകനൊന്നും മിണ്ടില്ലേ. നോക്കിയേ, നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് വിക്രമിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവനെ അവൻ ജയിലിൽ പോകാനുള്ള കാരണം ഞാനാണെന്ന് അമ്മനെ വിളിച്ച് പറഞ്ഞാലോ. പിന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിഷേധിച്ചാൽ മതി. എടി ഞാനിങ്ങനെ നിഷേധിക്കാനാണത്, അത് തെളിവായിട്ടേ വേദം വരുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ എന്ത് തെളിവ്, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചുള്ള തെളിവ് കൊണ്ട് തന്നെ ഏതോ ഒരു പോലീസുകാരൻ വന്നിങ്ങാണ്ട് എന്തോ വിളിച്ച് പറഞ്ഞു വിചാരിച്ചാൽ അതെങ്ങനെ തെളിവാവാം, അത് തെളിവൊന്നും ആവില്ല. നമുക്കൊരു കാര്യം ചെയ്താൽ മതി, അതെ അവളെ ആദ്യം കെട്ടാൻ പോയിരുന്ന ആ ആളുണ്ടല്ലോ, ആ വക്കീലും കൂടിയിട്ട് മെനഞ്ഞെടുത്തൊരു കഥയാണെന്ന് നമുക്കങ്ങ് സ്ഥാപിക്കാം. എന്തിന് എന്ന് ചോദിക്കാൻ കേട്ടോ വിനായകൻ. എന്തിനെന്നോ അങ്ങനെ തന്നെ വിചാരിക്കാം, നിങ്ങളിപ്പോൾ ഒരു കുറ്റം ഏറ്റെടുക്കാനൊന്നും നോക്കണ്ട, നിങ്ങൾ അതങ്ങോട്ട് നിഷേധിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനിയും വിനായകനും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.